ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ സമസ്തയിലെ വിഭാഗീയത പരിഹരിക്കാനായി പുതിയ സമിതി. ജിഫ്രി മുത്തുക്കോയ തങ്ങളും സാദിഖ് അലി തങ്ങളും നടത്തിയ മാധ്യസ്ഥ ചർച്ചയിലാണ് തീരുമാനം. ജിഫ്രി തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം 9 പേർ അടങ്ങുന്നതാണ് സമിതി. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, എങ്ങനെയാണ് പ്രശ്നപരിഹാരം ആലോചിക്കുന്നത്? ആരൊക്കെയുണ്ട് സമിതിയിൽ? സ്മൃതി, നേരത്തെ പല നീക്കങ്ങളും സമസ്തയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നടത്തിയെങ്കിലും അത് ഒന്നും തന്നെ ഒരു ഒത്തുതീർപ്പിൽ എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല സമസ്തയുടെ വിഭാഗീയത അതിരൂക്ഷമായി തന്നെ തുടരുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴും നിലവിലുള്ളത്. സമസ്ത 100ാം വാർഷിക സമ്മേളനം ബഹിഷ്കരിക്കുമെന്നടക്കമുള്ള ഭീഷണികൾ ഒരു വിഭാഗം ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മറുഭാഗത്താണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഇങ്ങനെ രണ്ട് സമ്മർദ്ദങ്ങളും കൂടി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ന് നടന്ന നിർണായക ചർച്ചയിൽ പുതിയൊരു സമിതിക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. അത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളും സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ നടത്തിയ മധ്യസ്ഥ ചർച്ചകളിലാണ് പുതിയൊരു സമിതിക്ക് രൂപം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജിഫ്രി തങ്ങളും സാദിഖ് അലി തങ്ങളും അംഗങ്ങളായിട്ടുള്ള കമ്മിറ്റിയാണ്. പി കെ കുഞ്ഞാലിക്കുട്ടിയും അംഗങ്ങളാണ്. അതിനു പുറമെ സമസ്തയുടെ ഉന്നത നേതാക്കളായിട്ടുള്ള മുഷാർ അംഗങ്ങൾ കൂടിയായിട്ടുള്ള MT അബ്ദുള്ള മുസ്ലിയാർ, കൊയ്യോട് ഉമർ മുസ്ലിയാർ, മൂസക്കുട്ടി അസറത്ത് ഉൾപ്പെടെയുള്ള ഒരു കമ്മിറ്റിയിലുണ്ട്. പുറമെ സുപ്രഭാതത്തിന്റെ വൈസ് ചെയർമാനും മുസ്ലിം ലീഗിന്റെ ദേശീയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സൈനുൽ ആബിദീൻ സഫാരി, അതുപോലെ വിഘടിച്ച് നിൽക്കുന്ന രണ്ട് വിഭാഗത്തിന്റെ പ്രതിനിധികളായിക്കൊണ്ട് അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പർക്കാട് എന്നിവരടങ്ങുന്ന 9 അംഗ സമിതിയാണ് ഇപ്പോൾ പുതുതായി നിയോഗിച്ചിരിക്കുന്നത്. ഈ 9 അംഗ സമിതിയുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ഈ സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഇപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നിരിക്കുന്ന നിർദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പലതരത്തിലും ഈ മധ്യസ്ഥ ചർച്ചകൾ ജിഫ്രി തങ്ങളും സാദിഖ് അലി തങ്ങളും തമ്മിൽ ഒപ്പം വരുന്ന പല ചർച്ചകൾ നടത്തിയെങ്കിലും ഒന്നും ഒരു സമവായത്തിലേക്ക് എത്താത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മുഷാവറ യോഗത്തിൽ സുന്നി മാലിക് ഫെഡറേഷനെതിരെ ഉയർന്ന വിമർശനങ്ങളൊക്കെ തന്നെ രണ്ട് വിഭാഗത്തെ വീണ്ടും അകറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. നേരത്തെ ഇരു വിഭാഗത്തു നിന്നും 10 വീതം പേര് ഒരുമിച്ചിരുത്തി ചർച്ചകൾ നടത്താനും പരിഹാരം കാണാനും സമസ്ത നേതൃത്വം അതുപോലെ മധ്യസ്ഥ ചർച്ചകളൊക്കെ തീരുമാനം കൊണ്ടെങ്കിലും അതും നടപ്പിലാക്കാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇതിന് ഒടുവിലാണ് ഇപ്പോൾ ഇന്ന് നടന്ന ചർച്ചയിൽ ഒരു 9 അംഗ സമിതിയെ തന്നെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭിന്നത പലപ്പോഴും പരസ്യ പ്രതികരണങ്ങളിലൂടെയാണ് പുറത്തു വരാറുള്ളത്. അപ്പോൾ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് കൂടി വരികയാണോ ഇപ്പോൾ ഈ ഒരു സമിതി രൂപീകരിച്ചതോടെ? സ്മൃതി, നേരത്തെ തന്നെ മധ്യസ്ഥ ചർച്ചകളിൽ ആദ്യം തന്നെ മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശമായിരുന്നു പരസ്യമായുള്ള വേദികെട്ടലുകളും പരസ്യ മറുപടികളും ഒക്കെ തന്നെ ഒഴിവാക്കണമെന്നുള്ളത്. ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ നേതൃത്വത്തിനായെങ്കിൽ പോലും സംഘടനാ വേദികളിലൊക്കെ തന്നെ പരസ്പരം കലഹിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലാണെങ്കിലും പരോക്ഷമായും നേരിട്ടുമൊക്കെ തന്നെ അത്തരം വിമർശനങ്ങൾ രൂക്ഷമായി ഉയരുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. അടിസ്ഥാനപരമായി ഇപ്പോഴും കീഴ്ഘടകങ്ങളിലും താഴെ തട്ടിലുമടക്കം ഈ വിഭാഗീയത പരിഹരിക്കാൻ സമസ്ത നേതൃത്വത്തിനോ മുസ്ലിം ലീഗ് നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അതുകൊണ്ടാണ് ഒരു അടിയന്തര നീക്കത്തിലേക്ക്, പ്രത്യേകിച്ച് സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള അന്തർദേശീയ സമ്മേളനവും ദേശീയ സമ്മേളനവും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായ ഒരു യാത്രയും നടക്കാൻ പോകുന്നു. അതുകൂടി മുന്നിൽ കണ്ടാണ് അടിയന്തര പരിഹാര നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി, അഷ്കർ അലി കരിമയാണ് വിവരങ്ങൾ നൽകിയത്.